എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. അതായത് വീട്ടിലെ ജോലിയും ചെയ്യണം, രാവിലെ എണീറ്റ് ജോലിക്കും പോണം. ആ ജോലിക്കാണെങ്കിൽ പോവാനും സമ്മതിക്കുന്നില്ല. ഒരു പ്രത്യേക ജീവിതല്ലേ. അപ്പൊ അമ്മയൊന്നും ചെയ്യില്ല വീട്ടില്? എനിക്കൊന്നും അറിയില്ലല്ലോ. എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ മന്ത്രിയോ കളക്ടറോ ആരെങ്കിലും ഒക്കെ ആയേനെ. +2 പാസ് ആയിട്ടില്ല പറഞ്ഞു. +2 കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമില്ല. ആഗ്രഹമില്ലേ? പഠിക്കാൻ ഇഷ്ടമല്ല? സ്കൂൾ അങ്ങനെ എല്ലാവർക്കും ശരിയാവില്ല അച്ചു. എനിക്ക് ശരിയായില്ല കേട്ടോ. എനിക്ക് ജോലിക്ക് പോകാനൊന്നും താല്പര്യമില്ല. ജോലിക്ക് പോകാതിരിക്കാൻ വേണ്ടിയാ ഞാൻ കല്യാണം കഴിച്ചത്. സീരിയസ്ലി? അപ്പൊ എങ്ങനെ ജീവിക്കും? അത് ഇവൻ പറഞ്ഞ സ്നേഹം കൊണ്ട് ജീവിക്കാം. പിന്നാക്കാണോ? അപ്പൊ എങ്ങനെ ജീവിക്കും? അത് ഇവൻ പറഞ്ഞ സ്നേഹം കൊണ്ട് ജീവിക്കാം. ഭയങ്കര. അപ്പൊ എങ്ങനെയാ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത്? സ്നേഹം കൊണ്ട് വയറുന്നറിയില്ല. അതും ഇവന്റെ വീട്ടുകാരൊക്കെ നോക്കും. അടിപൊളി. കുണ്ടിതപ്പെടേണ്ട ചേച്ചി എന്റെ ചേച്ചി. വായടക്കൂ പണിയെടുക്കൂ. അതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. കല്യാണം കഴിഞ്ഞ മകനെയും ഭാര്യനെ വീട്ടുകാർക്ക് നോക്കാൻ പറ്റുമോ? എന്റെ അച്ഛനൊക്കെ നോക്കും. അയ്യേ എന്തൊരുപാട്. എടാ ശീമപ്പന്നി പോലെ വളർന്ന് ഇണക്ക് പണിക്ക് വെക്കൂടെ? അച്ഛനും അപ്പനൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ പണിക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ ഓടിക്കൂലേ? തലയിരിക്കുമ്പോ അലാടാൻ പാടില്ലല്ലോ. ഇവൻ വീട്ടിൽ ഇരുന്ന് ഇവൻ വീട്ടിലെ ജോലി മൊത്തം ചെയ്യും. ഞാനാണെങ്കിൽ ഞാൻ ചെയ്യേണ്ടി വരും. അതാണ് ഞാൻ പണിക്ക് വിടാത്തത്. ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. മന്ദ. വീട്ടില് ജോലി ചെയ്യാനാണ് വിഷ്ണു. വിഷ്ണു ജോലിക്ക് പോകണ്ട. ഓക്കെ, വീട്ടിലിരുന്നാ മതി. ചുമ്മാ കൂടെ കൊണ്ടിടക്ക ഇവൻ തന്നെ ധാരാളം. അഗതാ ക്രിസ്റ്റി എന്ന പ്രസിദ്ധ വനിതാ കുറ്റാന്വേഷണ നോവലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, എ മാൻ ഇൻ ലവ് ഈസ് എ പാത്തറ്റിക് സൈറ്റ്. പ്രേമത്തിലകപ്പെട്ട യുവാവ് പരിതാപകരമായ ഒരു കാഴ്ചയത്രേ. ക്യാഷ് ഒരു മെഡിക്കൽ എമർജൻസി വരാതിരിക്കട്ടെ, വന്നാൽ എന്ത് ചെയ്യും? വന്നാ ഞാൻ എന്റെ അമ്മയെ വിളിച്ചു വെക്കും. ഓക്കെ, മതി. Hey kid, don't ever let them get inside your head.